ഇതാണ് ഉണ്ണിയെ നീ പറഞ്ഞ ആപ്പക്കട കാണാം. ഓക്കെ, അപ്പൊ അതായത് പാലക്കാട്ടുകാർക്ക് ആർക്കും എവിടെ ചോദിച്ചാലും അവർക്ക് കൃത്യമായ ധാരണയുണ്ട് ഏതാണ് ആപ്പക്കട എന്ന്. അത് ഞാൻ ഞെട്ടിട്ടോ. ആപ്പക്കട എന്ന് പറഞ്ഞപ്പം ആപ്പക്കട എന്ന് പറയുമ്പോൾ നമ്മൾ ഈ അപ്പത്തിനാണ് ഈ ആപ്പക്കട എന്ന് പറയുന്നത്, അപ്പത്തിനാണ് ആപ്പം എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും തള്ളി മറക്കുന്നില്ല, വിട്ടേക്കാ വാ. ഒന്നും രണ്ടും വർഷമല്ല, നീണ്ട 65 വർഷത്തെ പാരമ്പര്യമുള്ള ഒരു കട. അതാണ് കലാധരൻ ചേട്ടൻ്റെ കലാ ടീ സ്റ്റാൾ. കുറേ ഐറ്റങ്ങളൊന്നുമില്ല കേട്ടോ, 1, 2, 3 ഐറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ആ ഐറ്റം കഴിക്കാനുള്ള തിരക്ക് അത് വല്ലാത്തൊരു തിരക്കാണ്, അതൊരു വല്ലാത്തൊരു കഥയുമാണ് കേട്ടോ. ആപ്പുണ്ടോ? ആപ്പം ഓ ഉണ്ടല്ലോ. ആപ്പേ ഉള്ളൂ അല്ലേ? ആപ്പം ഉള്ളൂ, മെയിൻ ആപ്പം തന്നെയാണ്. ഈ ആപ്പം നമ്മൾ ഈ അപ്പത്തിനല്ലേ പറയുന്നത്? അപ്പം അതെ, അപ്പം പറയും. പിന്നെ കോഴിക്കോടൻ ഭാഗത്ത് വെള്ളപ്പം. കോഴിക്കോട് അതെയാ, വെള്ളപ്പം. ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ആപ്പം, അവിടെ തെക്കുന്നെങ്കിൽ അപ്പം. അപ്പം ഈ 3 ലാംഗ്വേജ്. പിന്നെ നമ്മൾ തുടങ്ങിയിട്ട് എത്ര വർഷം? 65 വർഷം. അച്ഛൻ തുടങ്ങിയ കട, അതിലാണ് ഓർമ്മ വെച്ച്. ഞങ്ങൾ അവിടെ തന്നെ വളർന്ന് വന്നാണല്ലോ. 55 വർഷം ആ വാടക കടയിലായിരുന്നു. അതിനുശേഷം അതൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞു പോയപ്പോഴാണ് ഇങ്ങനെ സെപ്പറേഷൻ ആയത്. അന്നും അപ്പം തന്നെ. അപ്പം തന്നെ മെയിൻ. അപ്പോൾ ഈ പക്കോട, അപ്പം പക്കവട. ഇപ്പൊ വേറെ എന്തെങ്കിലും? ഇപ്പൊ ഇഡ്ഡലി ഉണ്ട്. അപ്പൊ രാവിലെ എപ്പോ തുറക്കും നമ്മള്? കാലത്ത് ഞാൻ വീട്ടിൽ നിന്ന് 6 മണിക്കേ വരുള്ളൂ, ഈ കടയായത് കാരണം. പഴയ കടയിലാകുമ്പോൾ ഞാൻ 3 മണിക്ക് എണീക്കും. 4:15 ചായ റെഡി. ധാരാളം ആൾക്കാർ ചായക്കുണ്ടാവും. പക്ഷെ ആ കച്ചവടം അന്നത്തെ വേറെ, ഇന്ന് ലെവലും മാറി. അത് നമ്മൾ വെറുതെ ഈ എല്ലാ കച്ചവടവും കഴിഞ്ഞ് ഫ്രീ ആയിരിക്കുന്ന സമയത്ത് ഫ്രീ ആയി ഇരിക്കേണ്ട പറഞ്ഞിട്ട് തുടങ്ങിയതാണ്. ഒരു ഉച്ചവരെ ടൈം പാസിന് വേണ്ടി. പക്ഷെ അത് ഞാൻ എവിടെ ഇട്ടാലും തിരക്ക് വരും, ആളന്വേഷിച്ച് വരും. അല്ല, ഈ കല എന്നുള്ള പേര് എന്റെ പേര് കലാധരൻ. അപ്പൊ ഞാൻ എന്നെ ഇവിടെ എല്ലാവരും കലാട്ടാന്നാണല്ലോ വിളിക്കുന്നത്. അതാണ് പേര് കലാ ടീ സ്റ്റാൾ. അതുകൊണ്ട് അല്ല, പിന്നെ എപ്പോ അടയ്ക്കും? ഉച്ചയ്ക്ക് അടയ്ക്കോ? 12:30 അടുപ്പ് ക്ലോസ് ചെയ്യും. ചട്നി സാമ്പാർ ബാലൻസ് ഉണ്ടെങ്കിൽ ആരെങ്കിലും വന്ന് ചോദിച്ചാൽ ആപ്പം ചുട്ടു കൊടുക്കും 1 മണി വരെക്കൊക്കെ. ഇപ്പൊ ഈ പക്കോടയുടെ കഥ എന്താ ശരിക്കും? അതൊരു കോമ്പിനേഷൻ അല്ലല്ലോ ശരിക്കും. ഇത് ഞങ്ങളുടെ കളിക്ക് അത് പ്രത്യേകതയാണ്. ഇത് കാലത്ത് ഈ ചപ്പാത്തി കഴിക്കുന്നവർ കുറച്ച് പേരുണ്ട്. ചപ്പാത്തിക്ക് പകരം പിന്നെ പാർസൽ വാങ്ങിയിട്ട് പോയാൽ നാളെ കാലത്തിലേക്കായാലും കേടുവരില്ല. ചപ്പാത്തിക്ക് സെയിം ആണല്ലോ. ഗോതമ്പൊടി ഉപയോഗിക്കുന്നത് അല്ലേ? ഗോതമ്പൊടി മാത്രം. അതിൽ ഈ സോഫ്റ്റ് കിട്ടാൻ നമ്മളിപ്പോൾ ഒഴിച്ചുകൊണ്ടിരിക്കുന്ന ആപ്പമാവും. അപ്പം 2 കരണ്ടി ഒഴിച്ചാൽ ഈ സോഫ്റ്റ് കിട്ടും. ഏട്ടനും ഏടത്തേമ്മയും ഞങ്ങളൊക്കെ ആയിരുന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നത് തറവാട്ട് കടയിൽ. ഇപ്പൊ പിന്നെ അവര് ഞങ്ങൾ സെപ്പറേറ്റ് ആയപ്പോൾ ഞങ്ങൾ സെപ്പറേറ്റ് തുടങ്ങി. അപ്പൊ ഞങ്ങൾക്ക് ഒരു സഹായത്തിന് ഇയാളെയും വിളിച്ചു. അടുത്ത ജനറേഷൻ വന്നു. അംബിക ഉണ്ട്. ഒരു 5 ആപ്പം, ഒരു പക്കവട, ഒരു ചായ. അപ്പൊ 5, 1, 7 രൂപ, 70 രൂപ. ബാങ്കില് ധനലക്ഷ്മി ബാങ്ക്, തച്ചമ്പാറ, പാലക്കാട് തന്നെയാണ്. അതെ. സ്ഥിരമായി ഇവിടെ തന്നെ വരുന്നു. ഒരു തവണ വന്നാൽ മതി, പിന്നെ ഡെയിലി ഇങ്ങോട്ട് വന്നോളും. ആള് എത്തിച്ചോളും. അതെ. അപ്പം 10 രൂപ, പക്കവടയും 10 രൂപ, ഇഡ്ഡലിയും 10 രൂപ, ചായയും 10 രൂപ. കോളേജിൽ പിള്ളേരൊക്കെ വരുമല്ലോ, കുട്ടികൾ വന്നാൽ ഇങ്ങനെ ആക്കിയിട്ടാണ് അവർ കഴിക്കുക. അടിപൊളി. വേറെ ഐറ്റം ഒന്നുമില്ല, ആകെ അപ്പം പക്കാവടിയും ഇഡ്ഡലിയും മാത്രമേ ഉള്ളൂ. എക്സാക്ട് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ പാലക്കാട് കൽമണ്ഡപം റോഡ് മുനിസിപ്പൽ ലൈനിലാണ് ചേട്ടൻ്റെ കട. പിന്നെ ഗൂഗിൾ മാപ്പിൽ അവൈലബിൾ ആണ്. ഞാൻ വല്ല നാട്ടിൽ ചോദിച്ചാൽ ആരും പറഞ്ഞു തരും ചെയ്യും കേട്ടോ. അപ്പം നല്ല ചൂടൊക്കെ. അപ്പോൾ അമ്മ ഇങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പല്ല, അപ്പം പാലക്കാട് ഭാഷയിൽ പറഞ്ഞാൽ. അപ്പം എനിക്ക് ഒന്നുകൂടി ഒരു പടി ഇഷ്ടപ്പെട്ടതാട്ടാ. എന്ത് സോഫ്റ്റാ.
ആരെങ്കിലും പാലക്കാട് ഭാഗത്ത് വരുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് കലാധരൻ ചേട്ടൻ്റെ കല ടീം സ്റ്റാളിൽ വരിക, അപ്പം കഴിച്ചിട്ട് പോവാം. അപ്പോൾ തൽക്കാലം ഞാൻ വിട്ടേക്കട്ടെ കേട്ടെ. അപ്പം വീണ്ടും വാക്കലാം എവിടെ വെച്ചെങ്കിലും. ബൈ.